ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ മുടി ഞാൻ ബോട്ടോക്സ് ചെയ്തിട്ട് ഒരു 2.5 ആഴ്ചയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ 2.5 ആഴ്ചയിൽ എനിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ കാര്യങ്ങളൊക്കെ പറയാനാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഹെയർ റുട്ടീൻ ഇപ്പം നടത്തുന്നത് പണ്ട് ഉണ്ടായിരുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, ഒരാഗ്രഹത്തിന് പുറത്ത് പോയി ചെയ്തതാണ് കേട്ടോ. ഒരു വിമൻസ് ഡേക്ക് ഒരു ഓഫർ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഓഫറിൻ്റെ പുറത്ത് പോയിട്ട് ഞാൻ അന്നച്ച് ചെയ്യാം എന്ന് പറഞ്ഞ് 3999 രൂപ അങ്ങനെയാണ് എൻ്റെ മുടി ബോട്ടോക്സ് ചെയ്തത്. അത്യാവശ്യത്തിന് ലെങ്ത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്കറിയാം ഞാൻ മുടി വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മുടിയാണ് ഞാൻ പോയിട്ട് ബോട്ടോക്സ് ചെയ്തത്. അപ്പോൾ ഇത്രയും 4 അത്യാവശ്യത്തിന് ലെങ്ത് ആയിട്ടുണ്ട്. എനിക്കിത് ഇങ്ങനെയാണ് വീഡിയോയിൽ സൂം ചെയ്യാൻ കുറയ്ക്കാന്നുള്ളത് പറ്റുന്നില്ല എൻ്റെ ഈ ഒരു ക്യാമറയിൽ. അപ്പോൾ അത്യാവശ്യത്തിന് തന്നെ ഇതാണ് ഹെയർ. അപ്പോൾ കുറച്ചും കൂടി നീളം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട് ചെയ്തതിൽ. പക്ഷേ ഒരു തിക്നെസ് നമുക്ക് പോകില്ല, ഒരു പിന്നെ ഒട്ടിക്കിടക്കുന്ന ഫീൽ ഫസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് മാറി 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 ടെക്സ്ചർ മാറിയല്ല, നമ്മുടെ മുടിക്ക് ഒരു കനം വയ്ക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ട് ചെറുതായിട്ട്. പിന്നെ മുടിയൊന്നും കൊഴിച്ചിലൊന്നും ഇപ്പോൾ 2.5 ആഴ്ചയായിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു 3-ാമത്തെ ദിവസമേ കുളിക്കാൻ പാടുള്ളൂ. അവരവിടുന്ന് ഓൾറെഡി വാഷ് ചെയ്തിട്ടാണ് വിടുക. എന്നിട്ട് നമ്മൾ 3-ാമത്തെ ദിവസം കുളിക്കാൻ പാടുള്ളൂ. മുടി കെട്ടി വെക്കരുത്, അതുപോലെ ചെവീൻ്റെ ഇപ്പുറത്തേക്ക് ഇടരുത് തൽക്കാലത്തിന്, അതായത് ആ കുളിക്കുന്നവരെ. പിന്നെ നമുക്കിങ്ങനെ ഇടുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല കേട്ടോ. ആ ഒരു ടെക്സ്ചർ, ആ വളവ് സ്ട്രൈറ്റ് ആയിട്ട് കിടക്കില്ല, അത് മാറാതിരിക്കാനാണ് അവരങ്ങനെ പറഞ്ഞത് കേട്ടോ. എന്നെ കാണുന്നില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുക ഈ ട്രൈപ്പോഡ് എൻ്റെ മോനും തീട്ടത്തിന് ശേഷം. അപ്പം പൈസ കൊടുത്ത് ചെയ്തതല്ലേ, അപ്പോൾ ഞാൻ എന്തായാലും അത്യാവശ്യത്തിന് മുടി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. കെട്ടിവെക്കുന്നത് രാത്രി ഉറങ്ങുമ്പോൾ മാത്രമാണ്. പിന്നെ വല്ല കിച്ചണിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ കെട്ടിവെക്കുന്നുള്ളൂ. പിന്നെ ആ മുടി ഇങ്ങനെ ലൂസായിട്ട് തന്നെയാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ആ ടെക്സ്ചർ അങ്ങോട്ട് മാറിയിട്ടില്ല. പിന്നെ 2.5 ആഴ്ചയായിട്ടുള്ള അത് മറ്റൊരു കാര്യം. പിന്നെ കുളിക്കുന്നത് സാധാരണ എനിക്കൊന്നും പറ്റാത്ത കാര്യമാണ് ഇപ്പോൾ അത് ചൂട് കാലാവസ്ഥയിൽ. പക്ഷെ ഞാൻ ഒരാഴ്ച ഞാൻ കുളിക്കാണ്ടിരുന്നപ്പോൾ, ഒരാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്കളും വെള്ളിയാണ് എൻ്റെ ഇപ്പോൾ തല കഴുകുന്ന ഒരു ദിവസം. അത്രയും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വേറൊരു ദിവസം കൂടി, അതായത് വീക്ക്ലി നമുക്കൊരു 3 വട്ടം തല കുളിക്കാവുന്നതാണ്. അതും അവർ പറയുന്ന ഷാമ്പു ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇപ്പോൾ ഡിഞ്ചു വ്ളോഗ്സ്, കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഡിഞ്ചുവിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഡിഞ്ചു ട്രീറ്റഡ് ഹെയറിൽ ഇപ്പോൾ നമുക്ക് അഫോർഡബിൾ റേറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും നമ്മൾ ഈ സലൂൺകാർ പറയുന്നതിനേക്കാൾ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ഷാമ്പു ഉണ്ട്. ആ ഷാമ്പു ആണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 1.5 ആഴ്ചയായിട്ട് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വീക്കിൽ 2 വട്ടമല്ലേ തല കുളിച്ചിട്ടുള്ളൂ. അപ്പോൾ അപ്പോൾ തന്നെ ഞാൻ ഓർഡർ ചെയ്തു. 3-ാമത്തെ കുളി ആയപ്പോഴേക്കും ഞാൻ എൻ്റെ ഷാമ്പു ഓർഡർ ചെയ്തു കേട്ടോ. കാരണം നമുക്ക് അവർ പറയുന്നത് 2000 രൂപയൊക്കെ ഉണ്ട് ഷാമ്പുവിന്. സംഭവം നല്ല തന്നെയായിരിക്കും, പക്ഷേ ഇത് നല്ലതാണ്. കാരണം ഡിഞ്ചുവിൻ്റെ ഒരു 6 മാസ കാലയളവ് കഴിഞ്ഞു, എന്നിട്ടും ഹെയർ അങ്ങനെ തന്നെയുണ്ട്. ട്രീറ്റഡ് ഹെയറിൽ യാതൊരു പ്രശ്നമില്ലാത്തൊരു ഷാമ്പു ആയിട്ട് എനിക്ക് ഫീൽ ആയിട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ്. പിന്നെ കാലത്ത് എണീറ്റ് ഒന്ന് കോംബ് ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാലത്ത് ഇങ്ങനെ കെട്ടി വെക്കുമ്പോൾ ആ ഒരു ചുളിവ് ചെറുതായിട്ട് എന്തായാലും നമ്മുടെ ഹെയറിലുണ്ടാവും. അപ്പോൾ മുടി ഒന്ന് ഞാൻ ഈരുട്ടെ കാലത്ത്. പിന്നെ ഞാൻ അങ്ങനെ തന്നെ ഇടും. പിന്നെ വല്ല സ്ലൈഡ് ഇങ്ങനെ കുത്തും. ഇങ്ങനെ ഈ പറഞ്ഞ അടുക്കളയിൽ പോകുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ മാത്രം, അല്ലാതെ പിന്നെ രാത്രി മാത്രമേ ഞാൻ ഹെയർ കെട്ടി വെക്കുള്ളൂ. പിന്നെ ഹെൽമെറ്റ് ഇടുമ്പോൾ ഒന്ന് വെറുതെ ഒന്ന് കെട്ടി വെക്കും. അത്രേ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഷാമ്പൂ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ആ ഡിഞ്ചുവിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഷാമ്പൂ വാങ്ങിയത്. ഇത് ഓഫറിൽ ഇതിൻ്റെ ഒരു മാസ്കും കൂടി ആയിട്ട് കിട്ടി, ഹെയർ മാസ്കും കൂടി, ഒരു കുഞ്ഞി മിനി ഹെയർ മാസ്കും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മെഗാ സ്മൂത്ത് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പൂ ആണ് കേട്ടോ. മെട്രിക്സ് അതിൻ്റെയാണ് ഷാമ്പൂ. ഇത് പ്രൊഫഷണൽ ഷാമ്പൂ ഫോർ കെമിക്കൽ ട്രീറ്റഡ് ഹെയർ എന്ന് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തന്നെ കണ്ടീഷണറാണ്. ഇത് രണ്ടും കൂടിയിട്ട് 800 സംതിങ് രൂപയ്ക്കാണ്, 864 അങ്ങനെ എന്തോ രൂപയ്ക്കാണ് ഞാൻ ഫ്ലിപ്പിൽ നിന്ന് വാങ്ങിച്ചത്. അതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു മാസ്കും കൂടി കിട്ടി. അപ്പം ഞാൻ ഈ ആഴ്ച ഞാൻ ഈ മാസ്ക് യൂസ് ചെയ്തു കേട്ടോ. എനിക്ക് കുറച്ച് ഞാൻ യൂസ് ചെയ്തുള്ളൂ. പിന്നെ ഞാൻ അടുത്ത ആഴ്ച അല്ല 2 ആഴ്ച കഴിഞ്ഞിട്ട് ആ മാസ്ക് ഉപയോഗിക്കാൻ വയ്ക്കുന്നു. അപ്പോൾ ഈ ഷാമ്പൂ ഉപയോഗിച്ച് ഞാൻ 2 തവണ കഴുകി. എനിക്ക് അങ്ങനെ ഹെയറിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നിയില്ല. അതായത് ഹെയറിൻ്റെ ടെക്സ്ചർ മാറുന്ന പോലെയോ നമ്മുടെ ഈ ഒരു ബോട്ടോക്സ് ചെയ്തത് മാറുന്നത് പോലെയോ ഒന്നും എനിക്ക് ഫീൽ ആയിട്ടില്ല. അതുപോലെ തന്നെ ഹെയർ ലോസ് എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഹെയർ ലോസും എനിക്കില്ല, ഇപ്പോഴില്ല, ഉണ്ടായിരുന്നില്ല ഓൾറെഡി.
പിന്നെ ഞാൻ ഇതുവരെ എണ്ണ ഒന്നും തേച്ച് നോക്കിയിട്ടില്ല. ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് എണ്ണ തേക്കേണ്ടെന്നാണ് പറഞ്ഞത്. കാരണം നമ്മുടെ ഹെയർ ഓൾറെഡി ഓയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇപ്പോൾ കാലത്ത് എണീക്കുമ്പോൾ അങ്ങനെ തോന്നില്ല, പക്ഷെ ഒരു ഉച്ച കഴിയുമ്പോഴേക്കും നമ്മുടെ ഹെയർ ഇങ്ങനെ നല്ലപോലെ സ്മൂത്തായിട്ട്, അതുപോലെ എന്താ പറയുക, ഒരു ഓയിലുള്ള പോലെയല്ല, നമുക്ക് അതിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, പറന്ന് കിടക്കാത്ത രീതിയിൽ എനിക്ക് ഫീൽ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് കംഫർട്ടബിൾ ആയിട്ട് 2 ആഴ്ചയായിട്ട് എനിക്ക് തോന്നി. ബോട്ടോക്സ് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല. ഇപ്പോൾ ഓഫറിൽ ഇതാണ്. ഇനിയിപ്പോൾ ഞാനൊരു 2 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1.5 മാസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും അപ്ഡേറ്റ് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എനിക്കിതാ ഒരുപാട് ഇഷ്ടമായി. നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് ഹെയർ കിടക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.